നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ CJP ഇവിടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തിനതീതമായി നിന്നുകൊണ്ട് തന്നെ സകല ആളുകളുടെയും പിന്തുണ അങ്ങോട്ടേക്ക് എത്തുന്നു. വിവിധ മേഖലകളിൽ നിന്നായി യുവാക്കളും വിദ്യാർത്ഥികളും ഒന്നടങ്കം ഡൽഹിയിലെ ജന്തർ മന്ദിർ സമരത്തിൽ പങ്കാളികളാവാൻ വേണ്ടി മത്സരിച്ച് പോവുകയാണ് എന്ന് പറയുന്നതിന് അത്ഭുതപ്പെടാനില്ല. എന്നാൽ കേരളത്തിലുള്ള ചില ചാണകം തീനികളായ ആളുകളുടെയൊക്കെ ചില പ്രസ്താവനകളും കാര്യങ്ങളും നമ്മൾ ഈ അടുത്ത കാലത്തായി തന്നെ വാർത്താ ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏത് രൂപത്തിലാണ് അതൊക്കെ കാണാൻ കഴിയുന്നത്? സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ, ഉദാഹരണത്തിന് മെഗാസ്റ്റാർ മമ്മൂട്ടി, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മകള് പൃഥ്വിരാജ്, അതുപോലെ നിരവധി നായക നടന്മാരൊക്കെ ഒന്നടങ്കം 10 ആളുകൾ അംഗീകരിക്കുന്ന സകല നായക നടന്മാരും മറ്റുള്ള നായികമാരും ഒക്കെ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് സംഘപരിവാരങ്ങൾക്കും ചാണകം തീനികൾക്കും അനുകൂലമായി പറഞ്ഞ 3 ആളുകളുടെ പേര് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതൊന്ന് മേജർ രവി. മേജർ എന്ന് അയാളെ വിളിക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ സംശയിക്കുകയാണ്. കാരണം അയാളൊക്കെ പറഞ്ഞ ചില വാചകങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളെക്കുറിച്ച് തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾക്കാണ് അവിടെ പോകുന്നത്, വയറ് നിറയെ ഭക്ഷണം കഴിക്കാനും ബീറ് കുടിക്കാനും അതിനൊക്കെയാണ് അവിടെ കുട്ടികൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മ്ലേച്ഛകരമായ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് ഒക്കെയാണ് മേജർ രവിയെപ്പോലെയുള്ള ഒരു നയാ പൈസക്ക് പറ്റാത്ത ജാതി ആളുകളൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു സിനിമാ നടൻ, കൃഷ്ണകുമാറെന്ന് തോന്നുന്നു, അയാളും ഇതുപോലെ വമ്പര വിഡ്ഢിത്തരം വിളിച്ച് പറയാം. പിന്നെ 5 ലക്ഷം ഉറുപ്പ്യക്ക് ഒരു സിനിമ ഇറക്കിയൊരു ചങ്ങായി ഉണ്ടല്ലോ, എന്തോ എൻ്റെ പേര്, എന്തോ ഒരു അയാൾക്കില്ലാത്തൊരു കാര്യമാണ് അയാളെ പേരിലുള്ളത്, എന്തോ ഒരു പണ്ഡിറ്റ് സന്തോഷ്. ഈ സന്തോഷ് അടക്കമുള്ളവരൊക്കെയാണ് ഈ പമ്പര വിഡ്ഢിത്തം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് സംഘികൾക്ക് അനുകൂലിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പൊക്കെ അറിയാം. പിന്നെ ഏതോ 1-2 സ്ത്രീകളായ നടിമാരും അവർക്ക് അനുകൂലമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. മേജർ രവിയോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എടോ നീയൊക്കെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം കേരളത്തിലൊക്കെ ജീവിച്ചു പോകുമ്പോൾ കേരളത്തിലുള്ള എല്ലാ ആളുകളും ഒരുപോലെ നല്ല സൗഹൃദത്തിൽ പോകുമ്പം ഒരുമാതിരി ഉളുപ്പില്ലാത്ത ജാതി പ്രസ്താവനയെന്നായിട്ട് ദയവ് ചെയ്ത് വരരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗുരുവായൂരിൽ MLA ആകാൻ അവിടെ ഹിന്ദുക്കളെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച ഒട്ടകത്തിൻ്റെ അവസ്ഥ എന്തായി എന്നുള്ളത് നീ കണ്ടറിഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ അതിൽ പിന്നെ നമ്മുടെ നസീറുദ്ദീൻ ഷാ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നായയുടെ വായിൽ എല്ല് കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആ നായക്ക് കുരക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ വായിൽ എല്ല് കടിച്ചു പിടിച്ചിരിക്കുക. എന്താ അതിൻ്റെ കാരണം എന്നറിയാം? ഈ കുരക്കാതെ നിൽക്കുന്ന പല നടന്മാരും പല സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ കുരക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം അവർ കടിച്ചു പിടിച്ചിരിക്കുന്ന എല്ലിൻ കഷ്ണം അത് അവരുടെ സമ്പത്താണ്. അവർ കുരച്ചു കഴിഞ്ഞാൽ ആ സമ്പത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു കാരണം കൊണ്ട് കൂട്ടിക്കൊടുപ്പിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ മൗനം പാലിക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ പറയും. അതിനൊരു പക്ഷേ എൻ്റെ പേരിൽ നിങ്ങൾ എന്തോ അലക്തിയാലും വേണ്ടിയില്ല എന്ന് തന്നെയാണ് ഞാനും തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കണം. അതല്ലാതെ 10 ഉറുപ്പ്യ സിനിമാ മേഖലയിൽ നിന്നൊക്കെ വാരി കൂട്ടി എന്നിട്ട് അവസാനം കേന്ദ്ര ഗവൺമെൻറ്റിനും ഈഡിനും NIA പേടിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ടാക്സും കാര്യങ്ങളും കൊടുക്കാതെ നാക്കി നടന്ന് ഞങ്ങൾ തന്ന പൈസ കൊണ്ടാണോ നിങ്ങളൊക്കെ മുതലാളിമാരായത്? എന്നിട്ട് ആ പൈസ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ഉളുപ്പില്ലാത്ത പ്രവർത്തനം നടത്തുന്ന നിങ്ങളെക്കുറിച്ചൊക്കെ എന്ത് പറയാനല്ലേ? ഏതായാലും അതങ്ങനെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം കൂടി നസീറുദ്ദീൻ ഷാ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞ? വിവരമില്ലാത്ത വിഡ്ഢിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ആ വിഡ്ഢിയായ രാജാവിനെ പോലെ എല്ലാവരും ആകണമെന്ന് ആ വിഡ്ഢിയായ രാജാവ് ആഗ്രഹിക്കും. അതുപോലെ തന്നെ അല്ലേ നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മളെ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയും പറയുന്നത്? ഈ സമരം അവരുടെ അതിശക്തമായി തന്നെ ഈ സമരം വിജയിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം
ആഗോളതലത്തിൽ തന്നെ ഈ ഒരു സമരം ചർച്ചയാകുന്നു. അൽ ജസീറ, BBC ഇങ്ങനെയുള്ള വിവിധ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, ചാനലുകളൊക്കെ ഇത് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും പമ്പര വിഡ്ഢികളാക്കാൻ നിങ്ങൾ ആരെയാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് ഇത്രയധികം നശിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തുണ്ടായിട്ടില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കോൺഗ്രസിൽ നിന്ന് ഭരണം മാറാൻ വേണ്ടിയിട്ട് അണ്ണാ ഹസാരെ അടക്കമുള്ള ആളുകൾ, നിരവധി ആളുകൾ സമരമൊക്കെ ആയിട്ട് നയിച്ചു വന്നു. ഇപ്പോൾ ആ പറയുന്ന അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ആ കുരുപ്പ് സാധനം ഉണ്ടല്ലോ, ആ ചങ്ങായി ഇപ്പം 2 മണിക്കൂർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മൗനാചരിച്ചിരുന്നു. ആ കുരുപ്പൻ അന്ന് മൗനാചരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഈ ഒരു അവസ്ഥ വരുമായിരുന്നോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളും നമ്മളെ വൃന്ദാകാരാട്ടും CPM-ഉം സകല നാരികളും കൂടി അണ്ണാ ഹസാരെ അടക്കമുള്ളവർ ഡൽഹിയിൽ സമരം ചെയ്ത് കോൺഗ്രസിനെ വലിച്ച് താഴെ ഇറക്കി അവസാനം പകരം കൊടുത്തത് യക്ഷിയുടെ കയ്യിൽ ഭരണം കിട്ടിയതുപോലെയാണ് അല്ലേ? പ്രേതത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ രാക്ഷസൻ്റെ കയ്യിൽ ഭരണം കിട്ടിയതുപോലെ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നവരുടെ കയ്യിലേക്ക് രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ? ഇപ്പോൾ 22 ലക്ഷം കുട്ടികൾ, പഠിച്ച കുട്ടികൾ പരീക്ഷ എഴുതി. പഠിക്കാത്ത കുട്ടികൾ പണം മുടക്കിയിട്ട് നീറ്റ് പരീക്ഷേൻ്റെ ചോദ്യപേപ്പർ പിൻവാതിലിലൂടെ വാങ്ങി അവർ നമ്പർ 1 വലിയ റാങ്കൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക, റാങ്ക് കിട്ടിയിട്ട്. ഈ പട്ടിണി കിടന്ന് പഠിച്ച കുട്ടികൾ വെറും പുല്ലന്മാരായിട്ട് മാറുന്നൊരവസ്ഥ. എന്നിട്ടും നമ്മുടെ ഭരണകർത്താക്കൾക്ക് യാതൊരുവിധ അഭിപ്രായമില്ല. എന്നിട്ട് ഈ ചാണകദീനികൾ ചിലക്കണ കേട്ടില്ലങ്ങളൊക്കെ എമ്മാതിരി ചിലക്കണ അറിയോ? എടോ, നാളെ എൻ്റെ മക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ വരും. ചാണകദീനികളോടാ പറയണത്. നിൻ്റെ മക്കളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചത് വെറുതെ ആവുക, പരീക്ഷ എഴുതുന്നത് വെറുതെ ആവുക. കയ്യിൽ പൈസ ഉള്ള ആളുകൾക്ക് മാത്രം ഇത്തരം ചോദ്യപേപ്പറുകൾ ചോർത്തി കൊടുക്കുക. അവർ റാങ്കുമായിട്ട് മുന്നോട്ട് പോകും. അവസാനം കുതാ ഗവ എന്ന് പറഞ്ഞുകൊണ്ട് MBBSകാരനായ ഡോക്ടർ ഒരു മരുന്ന് വെച്ച് കിട്ടാനുള്ള ഒരു കമ്പൗണ്ടറുടെ ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവൻ നമ്മളൊക്കെ ചികിത്സിക്കുന്ന ഒരു മേഖലയിലേക്കാണ് പോണത്. വിവരമുണ്ടോ ചാണകദീനികളെ? ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ആരെങ്കിലും ചാണകങ്ങളോടാണ് പറയാനുള്ളത്, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തോന്നിവാസം എഴുതിയാൽ പൊന്നാര മക്കളെ എന്നെ പറഞ്ഞാൽ തിരിച്ചു പറയും. അതെൻ്റെ അച്ഛനെ പറഞ്ഞാൽ പറയും, അമ്മയെ പറഞ്ഞാൽ പറയും, തിരിച്ച് പള്ള നിറച്ച് പറയും. അതിന് യാതൊരുവിധ സംശയം വേണ്ട ആ കാര്യത്തിൽ. കാരണം നിങ്ങൾ ഫേക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫേക്ക് അല്ലാതെ തന്നെ നേരിക്കുന്നവരെ എൻ്റെ ബാക്കിയുള്ള ആരെങ്കിലും അച്ഛനോ അമ്മനൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഫേക്കന്മാരാണെങ്കിലും നിങ്ങൾക്കുണ്ടല്ലോ തന്തിയും തള്ളിയൊക്കെ, അവരൊക്കെ എവിടൊക്കെയാണോ നിങ്ങൾ പറയണത് അവിടെ ഒക്കെ ഞാൻ പറയും. അതിന് യാതൊരു സംശയം ആ കാര്യത്തിൽ വേണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ചാണക സംഖ്യകളോടാണ് പറയണത്, നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല ആ കുട്ടികളെ അതിശക്തമായി തന്നെ സമരമായിട്ട് മുന്നോട്ട് പോവാണ്. കേരളത്തിലും ആ സമരം അതിശക്തിയാർജിക്കും. കാരണം അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എറണാകുളത്തൊക്കെ നിരവധി ആളുകൾ ഈ സമരവുമായിട്ട് സഹകരിക്കുന്നുണ്ട്. പല ജില്ലകളിലും സഹകരിക്കുന്നുണ്ട്. BJPക്കാരെന്ന ചാണകട്ടീറ്റികളല്ലാത്തവരൊക്കെ ഈ സമരവുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനം. ഈ സമരത്തിന് സർവ്വവിധ പിന്തുണയും അറിയിക്കുന്നു. ജയ് ഭാരത്.